മലയാളിയുടെ മനസ്സിൽ വിഷു എന്നത് കേവലം ഒരു ആഘോഷമല്ല, അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അടയാളപ്പെടുത്തലാണ്. കണിക്കൊന്നയുടെ പൊൻപ്രഭയും ഓട്ടുരുളിയിൽ നിരത്തിയ കാർഷിക സമൃദ്ധിയും വാൽക്കണ്ണാടിയിൽ തെളിയുന്ന സ്വന്തം മുഖവും ഒരു പുതിയ തുടക്കത്തിന്റെ പ്രഖ്യാപനമാണ്. 2026 വിഷുപ്പുലരി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. ഭരണി നക്ഷത്രം എന്നാൽ ഭരിക്കുന്നവനല്ലെങ്കിൽ താങ്ങുന്നവൻ എന്നാണ് അർത്ഥം. ശുക്രന്റെ ആധിപത്യത്തിലുള്ള ഊർജ്ജസ്വലതയും സർഗാത്മകതയും ഒത്തുചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷു ഒരു പുത്തൻ ഊർജം സമ്മാനിക്കുന്നു. വിഷുക്കണി കാണുമ്പോഴുള്ള ആ ഒരു ശുഭപ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈ വർഷം പ്രതിഫലിക്കും. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസികമായ ഭാരങ്ങളും സാമ്പത്തികമായ ഇടുക്കങ്ങളും തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങളും ഈ വിഷുവിന് ശേഷം പടിയിറങ്ങാൻ തുടങ്ങുകയാണ്. വിഷു കൈനീട്ടം പോലെ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ഈ വർഷം നിങ്ങളെ തേടി വരും. ഭരണി ധരണി എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ കുടുംബത്തെയും സമൂഹത്തെയും താങ്ങാനുള്ള കരുത്ത് നിങ്ങൾക്ക് ലഭിക്കും. കണി കണ്ടുണരുന്ന ആ ഒരു നിമിഷം മനസ്സിനെ എത്രമാത്രം ശാന്തമാക്കുന്നുവോ അത്രയും സമാധാനപരമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ കർമ്മരംഗത്തും കുടുംബത്തിലും സൃഷ്ടിക്കപ്പെടും. പ്രകൃതി പുഷ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടന്ന കഴിവുകൾ പുറത്തെടുക്കാനും ലോകത്തിനു മുന്നിൽ അംഗീകരിക്കപ്പെടാനും 2026 വിഷുബലം വഴിയൊരുക്കുന്നു. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാനും തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കി മാറ്റാനും ഭരണിക്കാർക്ക് ഈ വർഷം സാധിക്കും. ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഉദയമാണ് ഈ വിഷു നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ പോസിറ്റീവ് എനർജിയോടെ നമുക്ക് ഈ വർഷത്തെ ഓരോ മേഖലകളെയും വിശദമായി പരിശോധിക്കാം. 2026 വിഷു മുതൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വരുമാനത്തിൽ വർധനവുണ്ടാകും. കൃഷി, ഭൂമി സംബന്ധമായ ഇടപാടുകൾ, നിർമ്മാണ മേഖല എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായി പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ലോട്ടറിയോ ഭാഗ്യപരീക്ഷണമോ പോലെയുള്ളവയിൽ മിതമായ നേട്ടങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും അമിതമായ ആത്മവിശ്വാസം അപകടകരമാണ്. സമ്പാദ്യത്തെക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ള വർഷമാണിത്. വീട് നവീകരണം, പുതിയ വണ്ടി വാങ്ങൽ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കാൻ മനസ്സ് വെമ്പും. ഭരണി നക്ഷത്രക്കാർ പൊതുവെ ആസ്വാദന പ്രിയരായതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തണം. അനാവശ്യ ചിട്ടികൾ, വലിയ പലിശയ്ക്ക് പണം കടം വാങ്ങുക തുടങ്ങിയവ ഒഴിവാക്കുക. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ വർഷം അനുകൂലമാണ്. സ്വർണം, ഭൂമി എന്നിവയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. എന്നാൽ ഓഹരി വിപണിയിൽ ഇറങ്ങുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. 2026 വിഷുക്കാലത്തിന് ശേഷം ഐശ്വര്യപൂർണമായ നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ ഈ വർഷം നല്ലതാണ്. സർക്കാർ ജോലിക്കാർക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നുള്ള പിന്തുണ വർദ്ധിക്കും. എങ്കിലും മേലധികാരികളുമായി ആശയവിനിമയത്തിൽ മിതത്വം പാലിക്കുക. വാഗ്വാദങ്ങൾ തൊഴിൽ നഷ്ടത്തിന് വഴിവെച്ചേക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് വിപുലീകരണത്തിന് പറ്റിയ സമയമാണിത്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ കൃത്യമായ കരാറുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കയറ്റുമതി ഇറക്കുമതി മേഖലകളിലുള്ളവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പുതിയ ഓർഡറുകൾ ലഭിച്ചേക്കാം. ഭക്ഷണശാലകൾ, വസ്ത്രവ്യാപാരം, കലാപരമായ മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും. സിനിമ, നാടകം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ 2026 വലിയ സ്നേഹവും അതേസമയം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കൊണ്ടുവരുന്നു. വിവാഹിതർക്കിടയിലെ പരസ്പര ധാരണ വർദ്ധിക്കും. പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്ന സ്വഭാവം ഭരണി നക്ഷത്രക്കാർക്കുള്ളതുകൊണ്ട് അത് ദാമ്പത്യത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. കുട്ടികളില്ലാത്തവർക്ക് സന്തോഷ വാർത്ത കേൾക്കാൻ ഈ വിഷുബലം അനുഗ്രഹപ്രദമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് മാറുന്നതിന് അനുയോജ്യമായ സമയമാണിത്. പുതിയ ബന്ധങ്ങൾ തേടിയെത്തുകയും അത് ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. സഹോദരങ്ങളുമായി സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ അവ മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലെത്തുന്നത് കുടുംബത്തിൽ സന്തോഷം നിറയ്ക്കും. വിദ്യാർത്ഥികൾക്ക് ഈ വിഷുക്കാലം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. തുടക്കത്തിൽ അലസത അനുഭവപ്പെടാമെങ്കിലും കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരെയുള്ള സർവകലാശാലകളിലേക്കോ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പരിശീലനങ്ങൾ ആവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ഭരണി നക്ഷത്ര
നക്ഷത്രക്കാർ ഈ വർഷം ഒരു മിതത്വം പാലിക്കണം. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തണം. ഉദരസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വേണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് നന്നായിരിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുക. ചെറിയ പരിക്കുകൾക്ക് സാധ്യത കാണുന്നു. ഭരണി നക്ഷത്രത്തിന്റെ അധിപനായ യമധർമ്മരാജന്റെയും നക്ഷത്ര ദേവതയുടെയും സ്വാധീനം നിമിത്തം ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പക്വതയോടെ പെരുമാറാൻ നിങ്ങൾ പഠിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നതും സഹായിക്കും. വിഷുവിന് ശേഷം പ്രധാനപ്പെട്ട ക്ഷേത്ര ദർശനങ്ങൾക്കോ തീർത്ഥാടനങ്ങൾക്കോ അവസരം ലഭിക്കും. കുടുംബത്തോടൊപ്പമുള്ള തീർത്ഥയാത്രകൾ മനസ്സിന് സമാധാനം നൽകും. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി ലഭിക്കും. ഭരണി നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയെയോ ശിവനെയോ ഭജിക്കുന്നത് ഈ വർഷം തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 വിഷുഫലം വളരെ ഗുണകരമാണ്. വിസ നടപടികളിലെ തടസ്സങ്ങൾ മാറും. ബിസിനസ് ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. എന്നാൽ പുതിയ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക. വിഷു എന്നത് വെറും ഒരു ആഘോഷമല്ല, മറിച്ച് ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കലാണ്. ഭരണി നക്ഷത്രക്കാർ ഈ വിഷുവിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായ കണി കാണുന്നത് നിങ്ങളുടെ സർഗാത്മകതയെ ഉണർത്തും. ഭരണി നക്ഷത്രം ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വിഷുക്കാലത്ത് ഒരു തൈയെങ്കിലും നടുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ കാരണമാകും. കറുത്ത വസ്ത്രമോ എള്ളോ ദാനം ചെയ്യുന്നത് നല്ലതാണ്. ഓം നമോ നാരായണ അല്ലെങ്കിൽ ദേവീ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതം നിയന്ത്രിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ നാവിലെ വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങുന്നത് ശുഭകരമായിരിക്കും. വിഷുക്കണിയിൽ നാം കാണുന്ന ഓരോ ഘടകത്തിനും ഒരർത്ഥമുണ്ട്. ഓട്ടുരുളിയിൽ നിരത്തിവെച്ച കണിവെള്ളരിയും കണിക്കൊന്നയും വാൽക്കണ്ണാടിയും എങ്ങനെയാണോ നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നത്, അതുപോലെ ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയുന്ന ഒരു വർഷമാണ് 2026. ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ നൽകുന്നവയായിരിക്കും. വിഷുക്കണി കാണുമ്പോൾ നാം ആദ്യം കാണുന്നത് വാൽക്കണ്ണാടിയിൽ സ്വന്തം മുഖമാണ്. ഇത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്ദേശം നൽകുന്നു. ഈ വർഷം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്ന വർഷമാണ്. നിങ്ങളുടെ പരിമിതികളെ മറികടക്കാനും കഴിവുകളെ ഉണർത്താനും ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. കഠിനമായ വെയിലിലും പൂത്തുലങ്ങി നിൽക്കുന്ന കണിക്കൊന്നയെ പോലെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും തളരാതെ പുഞ്ചിരിയോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും. വിഷുക്കൈ നീട്ടം മുതിർന്നവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതുപോലെ 2026 നിങ്ങളുടെ കർമ്മരംഗത്തും സാമ്പത്തിക മേഖലയിലും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന നേട്ടങ്ങളെ ഒരു ദൈവിക കൈനീട്ടമായി കാണുക. ലഭിക്കുന്ന സമ്പാദ്യത്തെ കരുതലോടെ കൈകാര്യം ചെയ്യണമെന്ന പാഠം കൂടി വിഷു നമുക്ക് നൽകുന്നുണ്ട്. എടുത്തുചാട്ടം കുറച്ച് ആത്മസംയമനത്തോടെ പ്രവർത്തിച്ചാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം വിജയത്തിന്റെ പുത്തൻ കൈനീട്ടങ്ങൾ സ്വന്തമാക്കാം. ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണെങ്കിലും ദേവത യമധർമ്മരാജനാണ്. ശിക്ഷണത്തിന്റെയും പരിവർത്തനത്തിന്റെയും പ്രതീകമായ യമൻ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായവയെ നീക്കം ചെയ്യുകയും പുതിയ വിത്തുകൾ പാകാൻ പാകത്തിൽ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യും. വിഷുവിൽ നാം വിത്തുകൾ പാകി പുതിയ കൃഷി ആരംഭിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്കായി പുതിയ വിത്തുകൾ പാകാൻ പറ്റിയ സമയമാണിത്. ചുരുക്കത്തിൽ 2026 വിഷു ഭരണി നക്ഷത്രക്കാർക്ക് നൽകുന്നത് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ്. കണി കണ്ടുണരുന്ന ആ ശുഭമുഹൂർത്തം നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം പ്രകാശപൂർണമാക്കുന്നുവോ അത്രത്തോളം തെളിച്ചമുള്ള ഒരു ഭാവി ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നു. തടസ്സങ്ങൾ ഒരു വിഷുപ്പടക്കം പോലെ പൊട്ടിത്തീരട്ടെ എന്നും ജീവിതം കണിക്കുന്ന പോലെ പൂത്തുലയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷുബലത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. വിഷുക്കണിയിലെ കൃഷ്ണന്റെ ആ മന്ദഹാസം നിങ്ങളുടെ ജീവിതത്തിലുടനീളം വഴികാട്ടിയാകട്ടെ. ശുഭകരമായ ഒരു വിഷുവർഷം ആശംസിക്കുന്നു.